ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നമുക്കൊന്ന് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ പെൻസിൽ കൊണ്ട് കുറച്ച് ഇത് ട്രേസ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇത് വളരെ ഈസിയാണ്. ഞാൻ ഈ ആപ്പൊന്നും ഡൗൺലോഡ് ചെയ്തില്ല. ഞാൻ ആദ്യം ഗൂഗിൾ എടുത്തിട്ട് കവായി സ്റ്റിക്കേഴ്സ് ഒന്ന് അടിച്ചു കൊടുത്തിട്ട് ബ്രൈറ്റിന് കൂട്ടിയിട്ട് ട്രേസ് ചെയ്താണ് ചെയ്തത്. വളരെ സിമ്പിളാണ്. ഇത് കവായി സ്റ്റിക്കേഴ്സാണ് ഉണ്ടാക്കുന്നത്. കുറേ വരച്ച് നീറ്റുണ്ട് കുറേ. ഞാൻ ബ്രൗൺ പെൻസിൽ പൊട്ടിയപ്പോൾ നോർമൽ പെൻസിൽ ഉപയോഗിച്ചതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കളർ ചെയ്യാം. എൻ്റെ ബ്രഷ് പെൻത്തെ പിങ്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഓയിൽ പേസ്റ്റേഴ്സ് കൊണ്ടാണ് കളർ ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മൾ വരച്ചിട്ടുണ്ട്. ഞാനിതാണ് എടുത്തത്. നമ്മുടെ ടച്ച് സോഫ്റ്റ് ഹെഡിൻ്റെ കുറച്ച് മാർക്കറാണ്. ഇതിന് ഫസ്റ്റ് മീഡിയം ടിപ്പും ഉണ്ട്, പിന്നെ നമ്മുടെ ഹാർഡായിട്ടുള്ള മീഡിയം ബോർഡ് ടിപ്പും ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഏതാ യൂസ് ചെയ്യേണ്ടത് അത് യൂസ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ഞാനിതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, ഞാൻ പെട്ടെന്ന് ഔട്ട്ലൈൻ എടുത്ത് കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാവരും സെറ്റായിട്ടുണ്ട്. നമുക്കിതാ ഇതുപോലെ ഒരു സ്ക്വയർ പീസ് സൈഡ് വെട്ടിയിട്ട് അത് ഇങ്ങനൊന്ന് ഷേപ്പ്, അതിൻ്റെ കറക്റ്റ് ഷേപ്പിൽ ഇങ്ങനെ കുറച്ച് വൈറ്റ് പോർഷൻ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് വെട്ടിക്കൊടുക്കുക. ഇങ്ങനെ അപ്പോൾ ഇതുപോലെ കുറേ എണ്ണം വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാതും സെയിം ആയിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. കുറച്ച് വൈറ്റ് പോർഷൻ ഇങ്ങനെ കാണിച്ചിട്ട് ഇനി നമുക്ക് അതിനായിട്ടൊന്ന് ഡബിൾ സൈഡ് ടേപ്പ് വേണം. ഇത് ഞാനിങ്ങനെ നോക്കിയിട്ട് അതിൻ്റെ തെറ്റ ഭാഗം എടുത്തിട്ട് നമുക്കിതാ ഇങ്ങനെ സ്മോൾ പീസസ് ആയി കട്ട് ചെയ്ത് അതൊന്ന് ബാക്കിലൊന്ന് ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ അപ്പം നമ്മൾ സിമ്പിളായിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ ഈസിയാണ്. ഇനി നമുക്ക് പീൽ ഓഫ് ചെയ്യാം. എവിടെ ആച്ചാൽ ഒട്ടിക്കാം. ഇനി ഇത് എവിടെ അയച്ചാൽ ഇഷ്ടമുള്ള പോലെ പീൽ ഓഫ് ചെയ്യുക, സ്റ്റിക്ക് ചെയ്തിട്ട് കൊടുക്കാം. സിമ്പിളാണ്. അപ്പോൾ ഗൈസ്, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാമായിരിക്കും. ബൈ.